ഹായ് സുന്ദരീസ്, ഞാൻ കുറേ കാലമായിട്ടോ ഡൈസൺ മേടിക്കണം എന്ന് വിചാരിക്കണം. പക്ഷെ എല്ലാവരും പോലെ തന്നെ ഇത്രയും വിലയില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മേടിക്കാതിരുന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ മുടിയൊക്കെ വെട്ടി ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ ഹീറ്റ് യൂസ് ചെയ്യുമ്പോൾ വല്ലാണ്ട് ഇനി മുടി ഡാമേജ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡൈസൺ കൊറാർ ഓർഡർ ചെയ്തു കേട്ടോ. ഇത് മറ്റേ ഡൈസൺ എയർ പോലെ അത്രയും ഹീറ്റ് കുറവായിട്ട് ആവില്ല, കുറച്ചും കൂടി ഹീറ്റ് ഉണ്ടാവും. പക്ഷെ എന്നാലും നോക്കാം. അപ്പൊ നമുക്ക് ഓപ്പൺ ആക്കാം കേട്ടോ. പാക്കറ്റിന്റെ ഉള്ളിൽ വേറൊരു ബാഗ് തുണിയിലൊക്കെ പൊതിഞ്ഞാണ് തന്നിരിക്കുന്നത്. അങ്ങനെയായിട്ടുള്ള ഇതിനൊപ്പം ചാർജ് ചെയ്യാനുള്ളതുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഇതാ കോഡ്ലെസ് ആയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 20 to 25 മിനിറ്റ് ഒക്കെ നിൽക്കും കോഡ്ലെസ് ആയിട്ട് നമ്മൾ സ്ട്രേറ്റൻ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 40,000 ഒക്കെയാണ് കാണുന്നത്. പക്ഷെ എപ്പോഴും ഡിസ്കൗണ്ടിലൊക്കെ ഉണ്ടാവും. ഞാൻ മേടിക്കുന്ന സമയത്ത് കറക്റ്റ് 25,000 ആണ് കേട്ടോ. ലൈക്ക് എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അത്രയും വില കൂടുതലാണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പൊ ഞാൻ തല കുളിച്ച് സാധാരണ രീതിയിൽ തന്നെ ഉണക്കിയിരിക്കുന്ന കേട്ടോ. അതായത് ഡ്രയർ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. മുടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഡൈസൺ വെച്ചിട്ട് സ്ട്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് താഴത്തെ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിന്റെ ഹെയർ പ്രൊട്ടക്ടിംഗ് സ്പ്രേ ഉണ്ടല്ലോ, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം അധികം ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വിചാരിക്കുന്നത് ഇത്രയും തിക്കായിട്ടുള്ള ഒരു സെക്ഷൻ വെച്ച് നോക്കാം. ഇത് ഓൺ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഡ് മാറ്റി വെച്ചിട്ട് യൂസ് ചെയ്യാം. അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് ഈ പ്ലഗും തപ്പി നടക്കണ്ടല്ലോ. ഇതിപ്പോ ഞാൻ ഫുൾ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. തൽക്കാലം 165 വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത്ര ഭാഗം സ്ട്രേറ്റൻ ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ 185 വെക്കാം. നോട്ടിഫിക്കേഷൻ അല്ല, അത് 165 എന്നുള്ളതാണ് പറയുന്നത്. ഇത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ട് പ്ലെയിനിൽ കൊണ്ടുപോകാം കേട്ടോ. ഇപ്പോഴും ഇത് വളഞ്ഞാൽ നിൽക്കുന്നത്. ഞാൻ വിചാരിക്കുന്ന ഒരു ഇതും കൂടി കൂട്ടാം. നമുക്ക് 165 എന്നുള്ളത് 185 ആക്കാം. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇതിന്റെ ആ ഒരു വശം കിട്ടാനുണ്ട്. അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും തോന്നുന്നു. ഞാൻ അത് ആദ്യമായിട്ടല്ല യൂസ് ചെയ്യണം. സാധാരണ സ്ട്രേറ്റർ അല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും ഇതിന് വെയിറ്റ് ഉണ്ട് കേട്ടോ, അത് പറയണല്ലോ. മറ്റ് സ്ട്രേറ്റ്നറിനെ പോലെ നമുക്ക് 4-5 തവണയൊന്നും പോകണ്ട കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വലിച്ച് 1-2 തവണ മാക്സിമം പോയാൽ മതി. അപ്പൊ തന്നെ അത് സ്ട്രേറ്റൻ ആക്കാൻ പറ്റുന്നുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് മാത്രമല്ല നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇതിനെ പോക്കർ സ്ട്രേറ്റ് പോലെ അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം. അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ കേൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഞാൻ എന്താ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ, സാധാരണ സ്ട്രേറ്റ്നർ വെച്ച് സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടി തൊടുമ്പോൾ ഭയങ്കര ചൂടായിരിക്കില്ലേ. ഇത് പക്ഷെ അത്ര ചൂടില്ല. ഞാൻ അസ്യൂം ചെയ്യുന്നത് സാധാരണ സ്ട്രേറ്റ്നറിന് അത്ര ഇത് ഡാമേജ് ആക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് കേട്ടോ ഇവരുടെ ക്ലെയിം. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു സെറ്റ് സ്ട്രേറ്റൻ ചെയ്യാം. പിന്നെ ഒരു സെറ്റും കൂടിയേ ഉള്ളൂ. ഞാൻ ഈ ഫ്രണ്ടിലത്തെ മുടി മാത്രം ഇങ്ങനെ ഒന്ന് പതിച്ചൊന്ന് സ്ട്രേറ്റൻ ചെയ്യും കേട്ടോ. അതല്ലെങ്കിൽ ഇവിടെ ഒന്നൊരു വോളിയം വരുന്ന പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അവസാനിപ്പിക്കാം, ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു ഹോൾ സ്പ്രേ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ബ്ലണ്ടിന്റെ ആണ്. അപ്പോൾ ഓൾ ഇൻ ഓൾ നോക്കുകയാണെങ്കിൽ എനിക്കിത് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഡാമേജ് കുറവുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. റെഗുലർ ആയിട്ടൊക്കെ മുടി സ്ട്രേറ്റൻ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ 25,000 ഒക്കെ കൊടുത്ത് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ വല്ലപ്പോഴും, അതായത് മാസത്തിൽ ഒരിക്കലൊക്കെ സ്ട്രേറ്റൻ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർമൽ ഫിലിപ്സിന്റെ മുന്നേ ഞാൻ കാണിച്ചിട്ടുള്ള സ്ട്രേറ്റനറില്ലേ, അത് മതിയാവും. അതല്ല എന്നെ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്ട്രേറ്റൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്നാലും പ്രോഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കൂ.